ഫ്രണ്ട്സ് അപ്പോൾ കുഞ്ഞു ഔട്ട് ഹൗസ് ആട്ടോ, സെക്യൂരിറ്റി റൂമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ വയറിങ്ങിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് വെച്ചാലേ നമ്മൾ ഇവിടുത്തെ പ്ലംബിങ്ങിൽ തേക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലംബിങ് ചെയ്താലേ നമുക്കിപ്പോൾ ഇത് പുറത്ത് ഇപ്പോൾ ഓരോ ടാപ്പുകളും അതേപോലെ ആംഗിൾ വാൾവും കാര്യങ്ങൾ വരുന്നത്, ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിവിടെ ഇട്ടിരിക്കുന്ന ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു 1/2 ഇഞ്ചിന് ഒരു പൊടിക്ക് കൂടിയിട്ടാണ് പുറത്തേക്ക് തളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേപ്പും ടൈലും വരുമ്പോൾ ഏകദേശം ഒരു ലെവൽ പോലെ നിൽക്കും. അപ്പോൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും എന്താ ബുദ്ധിമുട്ട് നമുക്ക് ഉറപ്പിക്കാൻ കിട്ടില്ല. അപ്പോൾ ഒരുപാട് പുറത്ത് കിട്ടാൻ കഴിഞ്ഞാൽ പ്ലാഞ്ച് കാനുള്ള പ്ലാഞ്ച് ഇടണം കേട്ടോ. അപ്പോൾ തേപ്പിന് മുമ്പ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറില്ല, ഞങ്ങൾ അധികം ചെയ്യാറില്ല. നമ്മൾ തേപ്പ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാറ്. ഇവിടെ എന്താ വെച്ചാൽ തേക്കുന്ന മുമ്പ് അധികം ചെറിയൊരു വർക്കല്ല, അപ്പോൾ കുത്തിപ്പൊളിച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്ത് വെച്ചാൽ കേട്ടോ. അതേപോലെ സൂട്ട് ക്ലോസറ്റാണ് ഇവിടെ തേക്കുന്നത്. അതിന് 300 mm അളവിട്ടുണ്ട് കേട്ടോ. 300 mm 1.5 ഇഞ്ച് കയറ്റിട്ടുണ്ട് ടൈലും. അതേപോലെ അതിൻ്റെ ഗ്യാപ്പും കണക്കാക്കി 1.5 ഇഞ്ച് കയറ്റുണ്ട്. ട്രാപ്പ് നേരെ മൂലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ കൈയോടെ തന്നെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് ടൈലിൽ ഒട്ടിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പണിയും ചെയ്താൽ മതി. ഇവിടെ ഒരു വാഷ് ബേസ് വരുന്നുണ്ട്. ഈ വാഷ് ബേസ് നേരെ പുറത്തേക്ക് ഇട്ടിട്ടാണ്. അപ്പോൾ അവിടെ നേരെ അവിടെ അതിൻ്റെ ഒരു ടാപ്പ് പോയിൻറ്റും അതിൽ ആംഗിൾ വാൾവിൻ്റെ പോയിൻറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.